ശരിയും നമ്മളെന്താ അടിയന്മാരെ പോലെ ഒരു രീതിയൊക്കെ അവരുടെ സംസാരം. പൈസ അടയ്ക്കണം, കഴിഞ്ഞ ദിവസം അടയ്ക്കേണ്ടതായിരുന്നു, എന്താ പൈസ അടയ്ക്കാത്തത്? നോക്കാൻ പറ്റാത്ത എന്താ റീഡിങ് നോക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ 2 തവണ കഴിഞ്ഞ പ്രാവശ്യം റീഡിങ് നോക്കിയിട്ടുള്ളത്. അപ്പൊ അതിന് മുമ്പ് 2 തവണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് പരാതിപ്പെടുന്നത്. ഇപ്പൊ വന്നല്ലത് പരാതി അല്ല, ആ ബില്ല് ഒന്നിച്ച് വരുമ്പോഴല്ലേ നമ്മൾ 2 തവണ ബില്ല്. അതായത് ഇപ്പൊ 6ാമത്തെ മാസം വരുന്നു. ചേട്ടൻ പറയുന്നത് 2 മാസം വന്നില്ല, അതിന് മുമ്പുള്ള കാര്യം. ഇപ്പോഴത്തെ റീഡിങ് അതെന്തുകൊണ്ടാ തെറ്റല്ലേ അത് ഞങ്ങളൊക്കെ ഇപ്പോഴല്ലേ ചോദിക്കുന്നത്. ഹായ്, നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമുക്ക് അനുഭവപ്പെട്ടാണ്. അത് എൻ്റെ വേറൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വെട്ടാക്കൂട് കയറി വന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മാസത്തെ ബില്ലിൻ്റെയും അതിൻ്റെ മുമ്പത്തെ 2 മാസത്തെ ഇലക്ട്രിസിറ്റി, കാർത്തികപ്പള്ളിയിലെ ഇലക്ട്രിസിറ്റി ഏജന്റുമാരുണ്ട് ഇവിടുന്ന് റീഡിങ് എടുക്കാൻ വരുന്നത്. ഇവനെ 2-3 തവണ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവന് നമ്മുടെ മീറ്ററിൽ വന്നിട്ട് നോക്കാതെ ദൂരെ ഇരുന്നിട്ട് നമ്മളില്ലെങ്കിൽ പോലും അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് തരികയോ അല്ലെങ്കിൽ വേറെ വീട്ടിലൊക്കെ കൊടുത്തിട്ട് പോവുക, ഇങ്ങനെയൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. അതായത് നമുക്ക് അതാത് മാസത്തെ റീഡിങ് നോക്കി കറക്റ്റ് ചെയ്ത് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തി വേണം അത് ഇടാൻ. അത് ചെയ്യാറില്ല. അത് ഈ 2 മാസത്തെയും കൂടി ഇവന്മാർ ബില്ല് പിന്നെ ടോട്ടൽ ചെയ്തിട്ട്, അപ്പം മിനിമം ചാർജ് ഉണ്ടല്ലോ നമുക്ക്. മിനിമം ചാർജ് കഴിഞ്ഞാൽ പിന്നെ ഓരോ യൂണിറ്റിനും ഇരട്ടി രൂപയാണ് ഈ KSEB വാങ്ങിക്കുന്നത്. അപ്പം അതിനകത്തൊരു വലിയ തട്ടിപ്പുണ്ട്. അത് അവിടുത്തെ ഒരു എഞ്ചിനീയർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് വരുന്നത്. അപ്പം ഇങ്ങനൊരു സംവിധാനമുണ്ട്. അപ്പം ഈ 3 മാസത്തെയും കൂടെ ഒന്നിച്ചെടുത്ത് ഇവന്മാർ ബില്ലാക്കിയിട്ട് ഇരട്ടി തുക 1908 രൂപ ഇപ്പം ടോട്ടൽ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പോൾ തന്നെ കാർത്തികപ്പള്ളി ഇലക്ട്രിസിറ്റി ബോർഡിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് ചോദിച്ചു പറഞ്ഞു കസ്റ്റമർ നമ്പറും അല്ല കൺസ്യൂമർ നമ്പരും അതുപോലെ തന്നെ അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അത് കമ്പ്യൂട്ടറിൽ വെരിഫൈ ചെയ്തപ്പോഴത്തേക്ക് അക്കൗണ്ട് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ 2 തവണ ഞാൻ വിളിച്ചിട്ടും കിട്ടിയില്ല. ഇപ്പോൾ അവന്മാർ രാവിലെ തന്നെ ഇന്നലെ വിളിച്ചായിരുന്നു, ഇന്നലെ മെനഞ്ഞാന്ന് വിളിച്ചായിരുന്നു. ഒരു അവന്മാരുടെ സംസാരം ഒരു ചേട്ടാ അടയ്ക്കാം, ഇങ്ങനൊരു വിഷയമുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം ശരി തന്നെ, ഓക്കെ, എന്തായാലും അടയ്ക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് ഊരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഊരാൻ വരട്ടെ, നിങ്ങൾ ആദ്യം ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. അത് ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. ഇന്ന് രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ലിയർ ചെയ്യണം. അത് ഒന്നുകിൽ നിങ്ങൾ വരികയോ അല്ലെങ്കിൽ ബില്ല് വെച്ച് കറക്റ്റ് ചെയ്ത് ഒരു സംവിധാനമുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ 2-3 തവണ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എൻ്റെ അറിവിൽ 2-3, അപ്പോൾ അതിന് മുമ്പൊക്കെ ഇതുപോലെ നടന്നിട്ടുണ്ടാകും, ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ 2 തവണ അടുപ്പിച്ച് ബില്ലിടാനോ റീഡിങ് നോക്കാനോ കാർത്തികപ്പള്ളി ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഏജന്റന്മാർ, കമ്മീഷൻ വ്യവസ്ഥ നിൽക്കുന്നവന്മാർ അപ്പം അമ്മരിവിടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ അമ്മർ വന്ന് കട്ട് ചെയ്തിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു കട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നോട്ടീസ് തരണം. ആ നോട്ടീസും തരണ്ട, മാടെ ഓടയാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പോയി. ഞാനൊരു വീഡിയോ ആണ്, നിങ്ങളൊന്ന് കാണണം, അന്ന് ഊരുന്നും മരിച്ചു പറിച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അപ്പം ഇങ്ങനെയുള്ള, പിന്നെ അതുകൂടാതെ തന്നെ പാവപ്പെട്ട എഴുത്തുമാരെയൊക്കെ അറിയാമത്ത അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇവന്മാർ ബില്ലടച്ചില്ലെങ്കിൽ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞൊരു പേപ്പറുമായിട്ട് നീണ്ട ഒരു ലിസ്റ്റ് അടിഞ്ഞു വരും. ഇവന്മാർ ഭയങ്കര പണിയാണ് പണിയുന്നത്. അതായത് നമുക്ക് ഒരുപക്ഷെ ഈ അമ്മമാരുടെ കയ്യിൽ നിന്ന് ബില്ല് നഷ്ടപ്പെട്ടുണ്ടാകും, അവർ നോക്കത്തൊന്നുമില്ല, ചിലപ്പം അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടാകും. ഇപ്പം ഇവന്മാർ നമ്മൾ 500 രൂപ അടയ്ക്കാനുണ്ടെങ്കിൽ ഇവർ അതിനകത്ത് എഴുതിയേക്കുന്ന 700-750 ഒക്കെ ആയിരിക്കും. അപ്പം ഞാനത് പരിശോധിച്ചതാണ്. അപ്പം എൻ്റെ ഒരു ബില്ല് ഞാൻ ഇതുപോലെ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ കുറഞ്ഞ തുകയുള്ള അടയ്ക്കാൻ, പക്ഷേ ഇവന്മാർ എഴുതി കൊണ്ടുവന്നത് കൂടുതൽ തുകയായി. അപ്പോൾ അന്ന് പോലെ ഞാൻ ഇവന്മാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വലിയ തട്ടിപ്പുണ്ട്. ഇതിനകത്ത് റീഡിങ് എടുക്കാതെ റെസിപ്റ്റ് നമ്മുടെ തരാതെ ഒരു കാരണവശാലും നമ്മൾ പൈസ അടയ്ക്കരുത്. ഇത് വലിയ തട്ടിപ്പാണ്. അതുകൊണ്ട് കാർത്തികപ്പള്ളിയിലെ ഉപഭോക്താക്കൾ എല്ലാവരും ഒരുപോലെ നിൽക്കണം. ഇപ്പം ഒറ്റപ്പെട്ട സംഭവമല്ല, നിരന്തരം നടക്കുന്ന വലിയൊരു ചീറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പൈസ അടച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങളിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈസ അടച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതുപോലെ വന്നിട്ട് കണക്ഷൻ തരണം. പിന്നെ മറ്റേ നോട്ടീസ് തരതാണ് കട്ട് ചെയ്തിട്ട് പോയിട്ട്. എനിക്കൊരു ഷെയിമൊന്നുമില്ല അതിനകത്ത്. പക്ഷേ ഈ 1000 നമ്മൾ കുഴിച്ചെടുക്കുമോ ഈ പൈസ? 1908 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഇത്ര യൂണിറ്റ് എന്തോ, ഞാനത് ഡീറ്റെയിൽ എല്ലാം പ്രിന്റ് ഔട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഈ കാർത്തികപ്പള്ളി ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കുന്ന അഴിമതിയും ഇങ്ങനെയുള്ള തട്ടിപ്പും അത് നിങ്ങൾ മനസ്സിലാക്കണം. പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന നടപടിയാണ് ഇവിടുത്തെ റീഡിംഗ് എടുക്കാൻ വരുന്നവന്മാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പം ഞാൻ അവർ വന്ന വീഡിയോ എടുത്തിട്ടുണ്ടോ, നിങ്ങൾ കണ്ടോ? നമ്മുടെ പേരെന്തോ? ഹലോ, പേരെന്തോ? ശ്യാം അല്ലേ? നമ്മുടെ അത് വലിച്ചിളക്കിയ അതുകൂടെ റിപ്പയർ ചെയ്ത് തന്നിട്ടേ പോകാവുള്ളൂ. ഫീസാണോ അവർ? കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ നടപടിക്രമം ഉണ്ടല്ലോ, നോട്ടീസ് തരണ്ടേ? നോട്ടീസ് ആ ബില്ലിന് തരുമ്പോഴത്തേക്ക് അതിന്റെ മേളിൽ എഴുതി അല്ല, ഡിസ്കണക്ഷൻ നോട്ടീസ് ഉണ്ട്. അത് പ്രകാരം ഇത്ര ദിവസം സാവകാശം 2 അപ്പം നിങ്ങളെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ സമയത്ത് ചോദിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് ചെയ്യാതെ ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ, അത് ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ അല്ല, ഞങ്ങളുടെ ഡ്യൂട്ടി ഇത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ആ എല്ലാ കാര്യം പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുന്നത്. ആ സമയത്ത് ഒരു കാര്യവും പ്രോപ്പറായിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ രണ്ട് ബില്ല് നിങ്ങൾ അവിടെ നിന്നിട്ട് എഴുതിയിട്ട് തോന്നിയ പോലെ ബില്ലിട്ടിട്ടല്ലേ നിങ്ങൾ ഈ ടോട്ടൽ ചെയ്ത് ബില്ല് തന്നത്. അതുകൊണ്ട് തന്നെ അടയ്ക്കാഞ്ഞത്. ആ കട്ട് ചെയ്യുമ്പോൾ ഉള്ള റീഡിങ് കൂടെ നോട്ട് ചെയ്യണം. FR എൻട്രി ചെയ്യുന്നത്. ആ, അപ്പോൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ എൻട്രി ചെയ്യുമോ അവിടെ അല്ലേ? അപ്പോൾ ബില്ല് റീഡിങ് മാത്രം വന്ന് എൻട്രി കറക്റ്റ് ചെയ്തില്ല.